ആലത്തൂർ താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. KD പ്രസന്നൻ MLA പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഏറ്റവും ഉദാത്തമായ ഭരണഘടന കൂടി നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ദിനം. സമ്പൂർണ്ണമായ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജനാധിപത്യവും സോഷ്യലിസവും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടന എക്കാലത്തും ലോകത്തിന് അത്ഭുതമായിരുന്നു, ലോകത്തിന് മാതൃകയായിരുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വരും വർഷങ്ങളിൽ കൂട്ടായി പരിശ്രമിക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ റിപ്പബ്ലിക് ദിനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യ തന്നെ അസാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. വിവിധ രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന മാനവരാശിയാണ് ഒന്നിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഭാഗമായി മാറിയത്. തഹസിൽദാർ K. ശരവണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൈനി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു വിശിഷ്ടാതിഥിയായി. PM അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ, നജീബ്, വാസുദേവൻ, തെന്നിലാപുരം, അബ്ദുൽ ജബ്ബാർ എന്നിവർ പ്രസംഗിച്ചു. ഭൂരേഖ തഹസിൽദാർ മുരളി മോഹൻ നന്ദി പറഞ്ഞു. ആലത്തൂർ കോടതിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സ്പെഷ്യൽ ജഡ്ജ് സതീഷ് K. വേണു പതാക ഉയർത്തി. Flag salute! Chain salute! Flag salute! 1, 2, 3, 4. ഇന്ത്യൻ ഭരണഘടനാ നയമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നാട് സ്വർഗമാണ് എന്നും ഭരണഘടന ലംഘിക്കുമ്പോഴാണ് നിയമങ്ങളും കോടതിയും ഇടപെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാലോ. കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളോട് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളൂ. നമ്മളൊരു ഒത്തെടുക്കണം. ഇന്ത്യൻ ഭരണഘടനയോട് പൂർവ്വം വിശ്വാസതയും പുലർത്തും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സർവീസിൽ കയറുമ്പോൾ ഒത്തെടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കൺഫ്യൂഷനൊന്നുമില്ല, വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭരണഘടന നമ്മളനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ഈ സ്വന്തം രാജ്യമാണ് ഇവിടെ, സ്വർഗം ഇവിടെയാണ്. അതെല്ലാം മറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ട്. എല്ലാവരും ഭരണഘടനയെ അനുസരിച്ച് ചെയ്യും. ബാർ അസോസിയേഷൻ സെക്രട്ടറി P. സതീഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A. ഇന്ദുചൂടൻ, മുൻസിഫ് P. ബിനു, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ, ജൂനിയർ സൂപ്രണ്ട് K. സരിതാമോൾ, അഡ്വക്കേറ്റ് വിജയരാഘവൻ എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഇഷാന നന്ദി പറഞ്ഞു. ആലത്തൂർ സബ് ജയിലിലും റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ജയിൽ സൂപ്രണ്ട് അപ്പുക്കുട്ടി പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സ്വന്തമായ ഒരു ഭരണഘടന നിലവിൽ വരുന്നതും രാജ്യം ഒരു പരമോന്നത ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നതും ആയതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് രാജ്യം ആചരിച്ചു വരികയാണ്. UTV ന്യൂസ്, പാലക്കാട്.